ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം ജ്യോതിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവാണെങ്കിലും തൻ്റെ അന്തശക്തിയുടെ പ്രവർത്തനങ്ങൾ വെളിവാക്കാൻ ഒരു സാധാരണ മനുഷ്യന്റെ ഭാഗം അഭിനയിക്കുന്ന ഭഗവാന്റെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നാരദ മഹർഷി നേരിൽ കണ്ടു. ഒരു ഗൃഹസ്ഥാശ്രമ ധർമ്മം ഒരു മനുഷ്യൻ എപ്രകാരം പൂർത്തീകരിക്കണമെന്ന് ഭഗവാൻ പൂർണ്ണമായ തോതിൽ അവിടെ പൂർവികർ കാണിച്ചു തന്നിരിക്കുന്ന മാർഗദർശനം അനുസരിച്ചുകൊണ്ട് തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു, എങ്ങനെയാണ് ലോകത്തുള്ളവർക്ക് മുഴുവൻ സുഖമായി കഴിയാൻ സാധിക്കുക, അനായാസന ജീവിതം നയിക്കാൻ സാധിക്കുക, സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ തൻ്റെ ശരീരം കൊണ്ട് തന്നെ അനായാസന ജീവിതം നയിക്കാനുള്ള ശ്രേഷ്ഠമായ മാർഗദർശനം ഭഗവാൻ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്ത് ഏതാണ്ട് ലോകത്തുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും കണക്ക് നമ്മളെടുത്താൽ ഏകദേശം 700 കോടി ജനങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ ഏകദേശം 90% ആൾക്കാരും ഗൃഹസ്ഥാശ്രമ ധർമ്മം നിർവഹിക്കുന്നവരാണ് ഈ ലോകത്ത്. പ്രത്യേകിച്ചും ഭാരതീയ വീക്ഷണത്തിലൂടെ ഗൃഹസ്ഥാശ്രമ ധർമ്മം യഥാവിധി നിർവഹിക്കുന്നവരുടെ നമ്മൾ കണക്കെടുത്താൽ കേവലം ഒരു 1-2% വരെ നമുക്ക് കണക്ക് കിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ജീവിക്കുന്നതായ 90% ആൾക്കാർക്കും സമാധാനം എന്ന് പറയുന്നത്, എന്തൊക്കെ സമ്പത്തും അർത്ഥലാഭങ്ങൾ കുറെ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് സമാധാനം ലഭിക്കുന്ന പ്രശ്നമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ സംസാര ബന്ധനത്തിൽ പ്രാരാബ്ധങ്ങളെ കൊണ്ട് ജീവിക്കുന്നതും അത് തന്നെ കാരണമായിക്കൊണ്ട് വീണ്ടും അനുജന്മങ്ങളിലേക്ക് മനുഷ്യൻ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ശരീരങ്ങളിൽ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ജന്മങ്ങളാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അനന്തമാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പൂർണ്ണ മനുഷ്യന്റെ അവതാരം എടുത്തുകൊണ്ട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമ ധർമ്മം, യജ്ഞദാന തപ കർമ്മങ്ങൾ, അത് ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇല്ലേ, ധർമ്മം തപസ്സിനാണ്. ഇപ്പം ഗീതയിൽ തന്നെ ശ്രദ്ധാത്രയം പറയുമ്പോൾ യജ്ഞദാന തപ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്നും അതിന് ഉതകുന്നതായ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇവിടെ നാരദര് നേരിട്ട് ഭഗവാൻ നയിക്കുന്ന ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് നാരദര് വിശദീകരിച്ചു തരുന്നു. നാരദരുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു വിസിറ്റാണ്, അല്ലെങ്കിൽ ദർശനങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നിരിക്കുന്നത്. ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ തന്നെ ഒരു മനുഷ്യൻ സമാധാനത്തോടുകൂടി എങ്ങനെയാണ് ആത്മസംരക്ഷണം, ജീവസംരക്ഷണം, കുടുംബ സംരക്ഷണം നടത്തിക്കൊണ്ട് തന്നെ സമൂഹ സംരക്ഷണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു മനുഷ്യന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകാരം ഈശ്വരപ്രാപ്തിയിലേക്ക് ഈ ഭഗവാൻ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഭഗവാൻ ഇതിനു മുമ്പ് ഗീതയിലും കർമ്മയോഗത്തിൽ പറഞ്ഞു, മേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ എന്ന് പറഞ്ഞു. ഭഗവാൻ വെറുതെ പറഞ്ഞു തരും ഉപദേശങ്ങളെ കൊണ്ട് മാത്രം നമ്മളെ ചഞ്ചലാചിത്തനാക്കുകയല്ല ചെയ്തത്. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ വിശേഷ ജ്ഞാനമായിട്ട് അനുഭവത്തിലൂടെ ഭഗവാൻ തന്നെ കാണിച്ചു തന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ നാരദരിലൂടെ മനസ്സിലാക്കിയെന്നർത്ഥം. അപ്പോൾ അത് തത്വദർശികളെ സമീപിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്നെ സ്വയം ഒരു തത്വദർശിയായിട്ട് മാറിയിരിക്കുക ഇവിടെ. അതുകൊണ്ടാണ് ഭഗവാൻ ലോകഗുരു എന്ന ലക്ഷ്യത്തിലേക്കല്ലേ, ആ സ്ഥാനത്തേക്ക് വരെ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനമുള്ളവരായിരിക്കണം. അതാണ് ഇവിടെ ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവാണെങ്കിലും തൻ്റെ അന്തശക്തിയുടെ പ്രവർത്തനങ്ങൾ തെളിവാക്കാൻ ഒരു സാധാരണ മനുഷ്യന്റെ ഭാഗം അഭിനയിക്കുന്ന ഭഗവാന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയെല്ലാം നാരദ മഹർഷി നേരിൽ കണ്ട്
അത് നമ്മളോട് പ്രത്യക്ഷത്തിൽ ഭാഗവതത്തിലൂടെ തന്നെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഭഗവാനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സ്വയം ദർശനം നടത്താൻ പോയ നാരദര് ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ പോരായിരുന്നോ? എന്തിനാ ഇതൊക്കെ വിശദീകരിച്ചു തന്നത്? നമ്മൾ ഭക്തരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ച് പൂർണ്ണനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ മനുഷ്യന്റെ ധർമ്മം എന്തെന്ന് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഭഗവാൻ ചെയ്തത്. വെറുതെ ഉപദേശം കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താനല്ല ഭഗവാൻ ശ്രമിച്ചത്. നമ്മളെന്താ അധികവും ചെയ്യുന്ന ആധ്യാത്മിക പ്രവർത്തിക്കുന്നവരെല്ലാം ഈ ആചാര്യന്മാർ വരെ, ഗുരുസ്ഥാനീയർ വരെ ഈ പറയുന്ന തത്വങ്ങളൊക്കെ വിളിച്ചു പറയും, തത്വോപദേശങ്ങൾ നടത്തും സത്സംഗത്തിലൂടെ. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ എത്രമാത്രം ചെയ്ത് കാണിച്ചു തരുന്ന ഗുരുക്കന്മാര് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് വിരലിൽ എണ്ണാവുന്നവരെ പോലും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക ഫീൽഡിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. അപ്പോ ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കേൾക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ സുഖമാണ്, അനുസരിക്കാനും ശ്രമിക്കുന്നവർക്ക് സുഖമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അനുസരിക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നർത്ഥം. കാരണം ഇതൊക്കെ ചെയ്യുന്നത് വരെ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടാ. അപ്പൊ ഈ ഭക്തിമാർഗം പോലും കൂടുതൽ ആൾക്കാരും മിസ്യൂസ് ചെയ്യുക. കാരണം അർത്ഥലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സമ്പത്തിൻ്റെ അതിപ്രസരം അർത്ഥലാഭ കാമങ്ങൾ സാധിക്കാൻ, ഇല്ലെങ്കിൽ പേരും പ്രശസ്തി ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് എനിക്ക് എന്താ പറഞ്ഞേ എൻ്റെ കേമത്തം കാണിക്കാമെന്ന് മാത്രമല്ല, എന്നെ ആരെങ്കിലും പ്രശംസിക്കുക, എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് നിങ്ങളൊക്കെ പ്രകീർത്തിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നുക. ഇതും ഒരു ഫലയിച്ച തന്നെയാണ്. അപ്പൊ നിസ്വാർത്ഥമായിട്ട് ആ അർപ്പണബോധത്തോടു കൂടി ഭഗവാൻ ഉപദേശം കൊടുത്ത്, ഭഗവാൻ ഒന്നും റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഭഗവാന്റെ കേമത്തം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തതും. ഭഗവാനും സത്സംഗം തന്നെ നടത്തിയത്. ഭഗവാൻ തന്നെ സ്വയം മഹാഭാരതമൊക്കെ വായിച്ചു കേട്ടിരുന്നതായിട്ട് ഇപ്പൊ ഗൃഹസ്ഥാശ്രമ സമത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അഹങ്കാരരഹിതമായിക്കൊണ്ട്, അസൂയാരഹിതമായിക്കൊണ്ട്, ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുകരിക്കാൻ പാടില്ല എന്നർത്ഥം. അനുകരിച്ചാൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അന്ധകരണ ശക്തിയും വിവേകവും നമുക്ക് ഉണ്ടാകില്ല. അത് ഈ പറയുന്ന മാനാഭിമാനങ്ങളിൽ കുടുങ്ങും, അതിൽ സുഖദുഃഖങ്ങളും ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും നന്നായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഓണത്തെ പോലെ പ്രഭാഷണം നന്നായില്ല എന്ന് പറഞ്ഞാലോ, ഇല്ലെ ക്ലാസ് നന്നായില്ല എന്ന് പറഞ്ഞാലോ, അപ്പൊ ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പം ഈ ആചാര്യസ്ഥാനത്തിരിക്കുന്നവർക്ക് വരെ ഈ പറയുന്ന അർത്ഥകാമങ്ങള്, മാനാഭിമാനങ്ങള് ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ജീവിതകാലം മുഴുവൻ ഇല്ലെ അനേക ജന്മങ്ങളിൽ ചെയ്യുന്ന ആധ്യാത്മിക രംഗത്തെ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുന്നു പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഇത് തന്നെ. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തയ്യാറാകേണ്ടത് എന്താ? ഭഗവാൻ പറഞ്ഞത് കാണിച്ചു തന്ന് അനുസരിക്കാൻ തയ്യാറാകണം. അവിടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം, അനുസരിക്കുമ്പോഴും ശ്രദ്ധ ഉണ്ടായിരിക്കണം. വികാര വിചാരങ്ങൾക്ക് അടിമയാകരുത്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളോ ലാഭനഷ്ടങ്ങളോ മാനാപമാനങ്ങളിലോ ഒന്നും ശ്രദ്ധ വയ്ക്കരുത്. യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ ധനജയ സിദ്ധ്യസിദ്ധു സമൂഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്ന അവസ്ഥയിലായിരിക്കണം നമ്മൾ ഈ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനങ്ങൾ പോലും. അപ്പൊ ഭഗവാനെ തത്വദർശിയായിരിക്കുന്ന ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നർത്ഥം. അപ്പം ഭാഗവതം കേമമായിട്ട് വായിച്ചു കേൾപ്പിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിത് വായിക്കാൻ പഠിച്ചില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ തത്വം മനസ്സിലാക്കിയിട്ട് നമുക്കത് പ്രായോഗിക തലത്തിൽ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാൻ സാധിച്ചാൽ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്നതായിട്ട് പാരും. കേവലം പാണ്ഡിത്യമോ ഇല്ല അക്ഷരജ്ഞാനമോ സംഗീതാത്മകമായിട്ട് കലാപരമായിട്ടുള്ള സാംസ്കാരിക രംഗങ്ങളിൽ ഉയർന്ന പേരും പ്രതിമയും കിട്ടുന്നതൊന്നും അല്ല കാര്യം. ആത്യന്തികമായിട്ട് ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമായിരിക്കണം. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിപ്പെടുമ്പോഴും പുറപ്പെടുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അനായാസേന സാധിക്കണം എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് നമ്മൾ സമീപിക്കുന്നത് വരെ.
പക്ഷേ അത് ആ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ ശ്രമിക്കുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങളും കൂടെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയൊക്കെ അഫോർഡ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വേണം. അതാണ് ഭഗവാൻ പറഞ്ഞതും. ഭക്തിമാർഗത്തിലേക്ക് വരുമ്പം ക്ലേശങ്ങൾ ഒരുപാട് ഉണ്ടാകും. ക്ലേശവും അധികതരശേഷം അവ്യക്താസ ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവർ അവിര്യാപ്യത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലേശങ്ങളെ ഭയപ്പെട്ടിട്ട് നമ്മൾ പ്രായോഗിക തലത്തിൽ ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നത് എങ്ങനെയാണ്? അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഈ തത്വങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. അപ്പം ആധ്യാത്മിക രംഗത്തേക്ക് പഠിക്കൽ മാത്രമായാൽ ആ പ്രയത്നമൊക്കെ വ്യർത്ഥമായി പോകും പ്രായോഗിക തലത്തിൽ എത്തിച്ചില്ലെങ്കിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയം തയ്യാറാകണം. നമ്മുടെ ആത്മാവിനെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരീരമാധ്യമത്തിലൂടെ ആ ജീവൻ നിലനിൽക്കുക. അപ്പോൾ ശരീര സംരക്ഷണമാണ് ജീവസംരക്ഷണം എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ട് ഇത് രണ്ടും പ്രാപ്യമായ അല്പസംരക്ഷണവും ജീവസംരക്ഷണവും സക്സസ് ആയാൽ മാത്രമേ നമുക്ക് കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കൂ. ആ കുടുംബത്തെ സംരക്ഷിക്കുമ്പോഴും ഒരാൾ മാർഗദർശനം കൊടുക്കുകയും അതനുസരിച്ചുകൊണ്ട് ബാക്കി കുടുംബത്തിലുള്ളവർ സഹധർമ്മം ചെയ്യുമ്പോഴാണ് കുടുംബം സംരക്ഷിക്കപ്പെടുക, കൂടുമ്പോൾ സന്തോഷമുണ്ടാകുക, അവിടെ അനായാസനെ ജീവിക്കാൻ കുടുംബത്തിലുള്ളവർക്ക് സാധിക്കുക. യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമം പൂർത്തീകരിക്കപ്പെടുന്നതും അപ്പോൾ മാത്രമേ സാധ്യമാകൂ എന്നർത്ഥം. ഇനി ആത്മസംരക്ഷണത്തിലേക്ക്. അപ്പോൾ ആത്മസംരക്ഷണവും ജീവസംരക്ഷണവും യഥാവിധി ഒരു വ്യക്തിക്ക് ഭഗവാൻ പറഞ്ഞത് അനുസരിച്ചു കൊണ്ട് സാധിക്കുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ പെർഫെക്റ്റായിട്ട് കുടുംബത്തെ ഗൃഹസ്ഥാശ്രമം പൂർത്തീകരിക്കാൻ സാധിക്കുക. ആ പൂർത്തീകരിക്കുന്നതിൽ ഗൃഹനാഥൻ ഈ പറയുന്ന മാർഗത്തിലേക്ക് കടക്കുമ്പോഴാണ് യദ്യതാചരിത ശ്രേഷ്ഠത ദേവതാരോ ജനാഹ, പുതിയ തലമുറയ്ക്ക് പോലും മാതൃകയായി തീരുന്ന രീതിയിൽ ഭഗവാൻ ചെയ്തതുപോലെ മാതൃകാപരമായിട്ട് മനുഷ്യന്റെ ധർമ്മം ഗൃഹസ്ഥാശ്രമം ചെയ്ത് യജ്ഞദാന തപകർമ്മങ്ങൾ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്ത് അവിടെയാണ് കുടുംബം സംരക്ഷിക്കപ്പെടുക. അവിടെയാണ് കുടുംബ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കൂ. കുടുംബങ്ങൾ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ സമൂഹ സംരക്ഷണം അനായാസമായി തീരുകയുള്ളൂ. അപ്പം അതുകൊണ്ട് യോഗേശ്വരനും, അതായത് അകമയെ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് ഇങ്ങനെ നാരദർ പറഞ്ഞു, യോഗേശ്വരനും മഹായോഗികളുടെ ധ്യാന വിഷയമായ അല്ലെങ്കിൽ ധ്യാന വിഷയവുമായ ഭഗവാനെ ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ യോഗികൾക്കും പോലും അവിടുത്തെ യോഗശക്തിയുടെ വ്യാപ്തി സങ്കല്പ അതീതമാണ്. എന്നാൽ അങ്ങയുടെ കൃപാതിരേകത്താൽ ഞാൻ സദാ അവിടുത്തെ പാദപത്മങ്ങളുടെ അതീന്ദ്രിയമായ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ ആന്തരിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ അത്യന്തം ദയാപൂർവം അവിടുന്ന് എനിക്ക് വെളിവാക്കി തന്നു. ഭഗവാനെ, അവിടുന്ന് എല്ലാവർക്കും ആരാധ്യനാണ്. ദേവന്മാരും 14 ലോകങ്ങളുടെയും അധിഷ്ഠാന ദേവതകളും അവിടുത്തെ സർവ അതിശായിയായ കീർത്തിയെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് ആണ് താനും. ഇങ്ങനെ ഭഗവാന്റെ അതീന്ദ്രിയമായ പ്രവർത്തനങ്ങൾ കണ്ട് സംപ്രീതയായ നാരദമുനി മടങ്ങിപ്പോയി. അപ്പോൾ ഇതെല്ലാം കണ്ട് സന്തുഷ്ടനായിരിക്കുന്ന നാരദമുനി കൃതാർത്ഥനായി തന്നെ തിരിച്ചുപോയി ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട്. പരമപുരുഷനായിരിക്കുന്ന അപ്പോൾ ബ്രഹ്മാവും ശിവനും പോലും ഭഗവാന്റെ ഈ ശക്തി അതിശയത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നാരദര് ഭഗവാന്റെ പാർശ്വനായതുകൊണ്ട് അങ്ങയെപ്പറ്റി ഒരുവിധമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാലും പൂർണ്ണനാണെന്ന് ഒരിക്കലും നാരദരും പറയുന്നില്ല. കാരണം ഭഗവാനെ മനസ്സിലാക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ എന്ന് അർജുനൻ പറഞ്ഞതും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ തൻ്റെ സ്വന്തം അന്തരംഗ ശക്തി കൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അവതരിക്കുന്നത് എങ്ങനെയെന്നും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടാൻ പിന്തുടരേണ്ട തത്വങ്ങൾ ഒക്കെയാണെന്നും തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എങ്ങനെയാണെന്നും എന്താണെന്നും ഭഗവാൻ സ്വന്തം നിലയ്ക്ക് വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്നും പരീക്ഷത്ത് മഹാരാജാവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ് സുഖമുനി ദ്വാരകയിൽ കൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നതിലൂടെ സുഖദേവ മഹർഷി ചെയ്തത്. ദ്വാരകയിലെ 16,000-ത്തിലധികം റാണിമാർ, 16,108 റാണിമാർ തന്നെയാണ് കണക്ക് മുഴുവനായിട്ട് പറയുന്നത്. മുഴുവൻ പുഞ്ചരിച്ചുകൊണ്ടും പരിചരിച്ചുകൊണ്ടും തങ്ങളുടെ സ്ത്രൈണവും ആകർഷകവുമായ രൂപഭാവങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയമായ സേവനങ്ങൾ നിരതമാക്കി സഹധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സന്തുഷ്ടനായ അദ്ദേഹം ആശ്രമ ജീവിതം ആസ്വദിക്കുന്ന ശരിയായ ഭർത്താവിനെ പോലെ തന്നെ അവരോട് പെരുമാറുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കും ഇത്തരം ലീലകൾ ആടാൻ ആവില്ലെന്ന് മനസ്സിലാക്കണം.
ഇപ്പം നമുക്ക് 100% ഒന്നും ഭഗവാൻ ചെയ്തതുപോലെ ഒന്നും ചെയ്യാനോ ഇല്ലെങ്കിൽ ആ കുടുംബ സംരക്ഷണം ഗൃഹസ്ഥാശ്രമധർമ്മം ഭഗവാൻ മാതൃക കാണിച്ച പോലെ 100% നമുക്ക് സാധ്യമല്ല. പക്ഷേ നമ്മൾ ഇത്രയധികം ജന്മങ്ങൾ കടന്നു പോന്നിട്ട് ഇതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളൊന്ന് അനുഭവിച്ച് ഇല്ലെങ്കിൽ അത്തരത്തിൽ ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് ശ്രദ്ധയോടെ ജീവിച്ച് അതിൽ നിന്നും ഈ സംസാര ബന്ധനത്തിൽ നിന്ന് എപ്രകാരം കടക്കാൻ പറ്റുമെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയെങ്കിലും വേണ്ടേ? അപ്പോൾ ഭഗവാൻ ചെയ്തതുപോലെ ഒന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വായിച്ചു കേട്ടിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്നർത്ഥം. അതുകൊണ്ട് സന്തുഷ്ടനായ അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതം ആസ്വദിക്കുന്ന ശരിയായ ഭർത്താവിനെ പോലെ അവരോട് പെരുമാറുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കും ഇത്തരം ലീലകളോട് ആടുവാൻ ആവില്ലെന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആദികാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഭഗവാന്റെ ദ്വാരകാലീലകളെക്കുറിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുകയോ കൃഷ്ണ അവബോധ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നവന് മോചനത്തിൻ്റെ പാത പിന്നിടാനും ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളുടെ അമൃത രസം ആസ്വദിക്കുവാനും അത്യന്തം എളുപ്പമായിരിക്കും. അങ്ങനെ അയാൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സദാ നിരതനായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇതൊന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് അനുസരിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ഈ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് എന്താ? ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആദി കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കി ആ ബോധത്തോട് ജീവിക്കുക, ഒന്നത്. പിന്നെ രണ്ടാമത്, ഭഗവാന്റെ ദ്വാരകാലീലകളെ കുറിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുക. കൃഷ്ണ അവബോധം, അതായത് ശ്രദ്ധാപുരസ്സരം കേൾക്കണം, നമ്മുടെ മനസ്സിൽ തറയ്ക്കണം ഏതെങ്കിലും സംഗതി. ആ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനെ പിന്തുണയ്ക്കുകയോ, അങ്ങനെയൊക്കെ അത് കേട്ടിട്ട് അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നവരെ, സത്സംഗം നടത്തുന്നവരെ പിന്തുണയ്ക്കുകയോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഭഗവാന്റെ ഈ പ്രചാരത്തിൽ പങ്കെടുക്കുന്നവരെ, ഭഗവാൻ അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ പങ്കെടുക്കുന്നവർക്ക് മോചനത്തിൻ്റെ പാത തെളിഞ്ഞു കിട്ടുന്നതാണ് പറയുന്നത്. ോടുകൂടി ഈ 68-ാമത്തെ അധ്യായം നാരദ മഹർഷി കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന രംഗം ഇതോടുകൂടി ഈ അധ്യായം സമർപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം ഭഗവാന്റെ നിത്യകർമ്മങ്ങളാണ്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.